ലക്കി ഭാസ്കറിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഹർഷത് മെഹ്റ ആരാണെന്നും ഇദ്ദേഹം എങ്ങനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചുകുലുക്കിയതെന്നും നോക്കാം. 1990-കളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാൻ ബാങ്കുകൾക്ക് സാധിക്കില്ലായിരുന്നു. ഈ സമയത്ത് അവർ നിർബന്ധമായും ഗവൺമെന്റ് ബോണ്ടുകളിൽ പണം നിക്ഷേപിക്കണമെന്ന് നിയമം വന്നു. ഈ അവസരത്തിൽ സ്റ്റോക്ക് ബ്രോക്കറായ ഹർഷത് മെഹ്റ ബോണ്ട് വിൽക്കുന്ന വലിയ ബാങ്കുകളിൽ നിന്ന് ബോണ്ടുകളും വാങ്ങാൻ തയ്യാറായിട്ടുള്ള ചെറിയ ബാങ്കുകളിൽ നിന്ന് പണവും വലിയ രീതിയിൽ വാങ്ങിയിരുന്നു. ബോണ്ടുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒരു നിശ്ചിത സമയം ഇദ്ദേഹം ബാങ്കുകളിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ഈ സമയം കൊണ്ട് ഈ പണം അദ്ദേഹം നിക്ഷേപിച്ച സ്റ്റോക്കുകളുടെ വില കൂട്ടാനായി സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് വ്യാജ ബോണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം പണമുണ്ടാക്കി ആയിരക്കണക്കിന് കോടി രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്ത ഹർഷത് മെഹ്റ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വളർന്നു. ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റം തന്നെ തകർത്ത 4000 കോടി രൂപയുടെ ഈ സ്കാം പുറത്തു കൊണ്ടുവന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റായ സുജിത ദയാലാണ്. അങ്ങനെ 600-ലധികം കേസുകൾ ഹർഷത് മെഹ്റയുടെ പേര് രജിസ്റ്റർ ചെയ്ത് 1992-ൽ ഹർഷത് മെഹ്റയെ CBI അറസ്റ്റ് ചെയ്യുകയും 47-ാം വയസ്സിൽ താന ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു.